സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക. സംഭവം നടന്ന ബസ്സിലും വീഡിയോ എഡിറ്റ് ചെയ്ത സ്ഥലത്തും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഷിംജിതയുടെ ജാമ്യാപേക്ഷ നാളെ കോഴിക്കോട് ജില്ലാ കോടതിയും പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങൾ അനഘ ഹർഷനാണ് നൽകുന്നത്. അനഘ, എപ്പോഴാണ് കോടതി ഈ കേസ് പരിഗണിക്കുക? ഒപ്പം ഈ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളിലേക്ക് ഏത് ഘട്ടത്തിലാണ് കടക്കുന്നത്? ഗൗതം, ഈ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ലൈംഗിക അതിക്രമം എന്ന വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക് ആത്മഹത്യ ചെയ്തത്. ഈ കേസിലാണ് പ്രതി ഷിംജിതയ്ക്കായി കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിച്ചത്. ഇതിലാണ് ഇന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇതിൽ വിധി പറയുക എന്നുള്ളതാണ്. ഈ ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ചോദ്യം ചെയ്യൽ നടപടികളിലേക്കും മാത്രമല്ല, ഷിംജിത അന്ന് സഞ്ചരിച്ച ഈ ബസ്സിൽ, അതായത് ഷിംജിത പറയുന്നതനുസരിച്ച് ാണെങ്കിൽ തനിക്ക് ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പറയുന്ന ആ കണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ആ ബസ്സിൽ ഷിംജിതയെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഷിംജിത 7-ലധികം വീഡിയോ തന്റെ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു. ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഈ എഡിറ്റ് ചെയ്ത വീഡിയോ, എഡിറ്റ് ചെയ്ത സ്ഥലം, ഇവിടെയും ഷിംജിതയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയാണ് ഷിംജിതയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുന്നത് എന്നുള്ളതാണ്. ഈ ഷിംജിത ഈ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ ഷിംജിതയുടെ ജാമ്യാപേക്ഷ നാളെയാണ് കോടതി പരിഗണിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നത് ഷിംജിതയ്ക്ക് ജാമ്യം നൽകരുത്, ഒരു കാരണവശാലും ജാമ്യം നൽകരുത്. അത്തരത്തിൽ പുറത്ത് ഷിംജിത ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് ഇതിനുമായി സാക്ഷികൾ പറഞ്ഞ നിരവധി പേരുണ്ട്, അവരെയൊക്കെ തന്നെ സ്വാധീനിക്കാൻ കാരണമാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഗൗതം. ഓക്കെ, അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.